ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ, പരന്ന ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതുപോലത്തെ ഞാനൊരു മാവേലിയുടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. കാർട്ടൂൺ ടൈപ്പാണ് ഞാൻ വരച്ചത് കേട്ടോ, കുറച്ചൊരു ക്യൂട്ടായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് വേണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമുക്ക് മാവേലിയെ ട്രേസ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ യെല്ലോ കളർ ട്രേസിങ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ ട്രേസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രേസ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ട്രേസ് ചെയ്തത്, ഇളകി പോരണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ മെല്ലെ അതിനെ ഒന്ന് അടർത്ത് മാറ്റിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ട്രേസ് ചെയ്തതൊക്കെ നല്ല വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ട കളേഴ്സ് റെഡ് വേണം, വൈറ്റ് വേണം, പിന്നെ പിങ്ക് വേണം, പിന്നെ ലെമൺ യെല്ലോ ഏതായാലും മതി. പിന്നെ ഒരു ഫ്ലഷ് ടിൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കളർ വേണം, പിന്നെ ബ്രൗൺ കളർ വേണം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മാവേലിയുടെ കുടയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ബ്രൗൺ കളർ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ കുടയ്ക്ക് കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ കമ്പ് പോലുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കിരീടത്തിനാണ് ഞാൻ നമ്മുടെ ലെമൺ യെല്ലോ കളർ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് അത് മാത്രമായിട്ട് ഒന്നും മിക്സ് ചെയ്യാണ്ട് നമ്മുടെ യെല്ലോ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അറ്റം ഭാഗം. പിന്നെ നമുക്കതിനെ ഒന്ന് വേർതിരിച്ച് അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ യെല്ലോ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു റെഡ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആ ഒരു ഷെയ്ഡിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ റെഡ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കാം. അപ്പോൾ നമ്മുടെ കിരീടമായിട്ടുണ്ട്. എന്നിട്ട് മേൽഭാഗത്ത് ഞാനൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ഇങ്ങനെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോർഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ലൈൻസും പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോർഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനതിൻ്റെ ഷോളാണ് കേട്ടോ, അപ്പോൾ പിങ്ക് കളറാണ് കൊടുക്കുന്നത്, കുറച്ച് ലൈറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഷോളൊക്കെ. എന്നിട്ട് അതിനെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ ബോർഡർ ഇടുന്നുണ്ട് കേട്ടോ. അതൊരു റെഡ് കളർ വെച്ചിട്ട് ഞാൻ ആ ഷോളൊന്ന് അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് കട്ട് ചെയ്യൊക്കെയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇത് ഒരു ഫ്ലഷ് ടിൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. പിന്നെ അതുപോലെ ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവേലിയുടെ ഒരു ശരീരത്തിൻ്റെ ഒരു നിറമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ച് ആഡ് ചെയ്താൽ മതി രണ്ടും. എന്നിട്ട് അതാണ് ഞാൻ മുഖത്തിനും മാവേലിയുടെ കുമ്പയ്ക്കൊക്കെ കൊടുക്കുന്നത് അതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു കളറ് മുഴുവനായിട്ടും കൊടുക്കുക. ജസ്റ്റ് അതുപോലെ തന്നെ കൊടുത്താൽ മതി, ലൈറ്റ് ആക്കൊന്നും വേണ്ട. ലൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മാവേലീൻ്റെ ശരീരം മൊത്തം ഈ കളർ കൊടുക്കാം. ഈ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗണ് ജസ്റ്റ് ഒന്ന് വൈറ്റ് കൊടുത്തിട്ട് നല്ല ലൈറ്റ് ആക്കിയാൽ മതി. പിന്നെ ബ്ലാക്ക് കൊണ്ട് നമ്മുടെ കണ്ണും മൂക്കും മീശയും ഒക്കെ മുടിയൊക്കെ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള മാവേലിനെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. നമ്മൾ കുറച്ച് കാർട്ടൂൺ മോഡൽ എടുത്താൽ നമുക്ക് വരയ്ക്കാനും ഒക്കെ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാർട്ടൂൺ പിക്ചർ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ വായയും അതുപോലെ തന്നെ നാവും ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു റെഡ് കളറൊക്കെ കൊടുക്കുകയാണ്. പല്ലും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അടിഭാഗത്തിന് ഇതുപോലെ വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. വൈറ്റ് ഓൾറെഡി ഉണ്ട്, എന്നാലും ഞാൻ വൈറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ബ്രൗൺ കളർ കൊണ്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവേലി റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഒരു തോണി വരയ്ക്കുന്നുണ്ട്. നമുക്ക് ഓണാശംസകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു തോണി വരച്ചിട്ടുണ്ട്. തോണി ഒരു വള്ളം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ കളറ് ഡാർക്കായിട്ടും പിന്നെ കുറച്ച് ലൈറ്റ് ആക്കിയിട്ടും കൊടുത്തിട്ട് നമ്മുടെ തോണി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പൂക്കളത്തിൻ്റെ പിക്ചറൊക്കെ വരയ്ക്കാം കേട്ടോ. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് എന്താണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ വള്ളമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ശരിക്കും വൈറ്റിലല്ല മാവേലിനെ വെക്കുന്നത്, ബ്ലാക്കിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചുറ്റിനും ഇതുപോലത്തെ ബ്ലാക്ക് ആക്രിലിക് കളർ സ്പോഞ്ച് വെച്ചിട്ട് സ്പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ
അടുത്ത് കൂടി അല്ലാണ്ട് കുറച്ച് അകലത്തിലെല്ലാം സ്പഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ബ്രഷ് വെച്ചിട്ട് ശരിക്ക് കറക്റ്റായിട്ട് ഓരോ ലൈൻസും കറക്റ്റായിട്ട് നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കൊടുത്തത് ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫുള്ളായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പിക്ചർ ഒട്ടിച്ചോണം തന്നെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓണാശംസകൾ എന്ന് എഴുതണം. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ കാണുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ അത്ര സംഭവമാക്കിയൊന്നും ഓണാശംസകൾ എഴുതുന്നില്ല. സിമ്പിളായിട്ട് യെല്ലോ കളർ എടുത്തിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അത് വലുതാക്കിയൊന്നും എഴുതുന്നില്ല. ജസ്റ്റ് ആ ഒരു വള്ളത്തിനനുസരിച്ചിട്ട് അങ്ങ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൾഭാഗത്ത് ഒരു ത്രെഡ് ചുറ്റണം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുറ്റിയാൽ മതി. ചുറ്റുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു വൈറ്റ് കളർ ത്രെഡാണ് ചുറ്റുന്നത്. എന്നിട്ട് അതിന് യെല്ലോ കളറ് പെയിൻറ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.